എല്ലാവർക്കും നമസ്കാരം. ഈ സിവിയറായിട്ടുള്ള മാരേജ് കോൺഫ്ലിക്റ്റ് നമ്മളെ വളരെ അസ്വസ്ഥമാക്കാറുണ്ട്. ഞാനിത് പലപ്പോഴും കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വളരെ അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സംഘർഷങ്ങൾ ഉണ്ടാകാനായിട്ട് നമുക്ക് അതിനെന്താണ് പരിഹാര മാർഗങ്ങൾ? അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്ട്രക്ചേർഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അവരെ റീകണക്റ്റ് ചെയ്യുക, ഹൃദയങ്ങളെ കണക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കപ്പിള് തുറന്നു പറയാത്തത് കൊണ്ടാണ്. ആശയവിനിമയം അപ്പോൾ ഈ കലഹപ്പെട്ട ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലാണ്. ഒരു സമയം ഒരാൾ മാത്രം സംസാരിക്കുകയും മറ്റേയാൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക, എന്നിട്ട് മറുപടി പറയുക, ഒരു സ്പീക്കർ ലിസണർ ടെക്നിക്ക്. അപ്പോൾ അവർ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സംഘർഷങ്ങളാണ് നല്ല കുടുംബങ്ങളിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അറിവുള്ള കുട്ടികളാണ്, പക്ഷെ അവർക്കെല്ലാം അത് അറിയാമെന്ന് അവർക്കൊരു തോന്നലാണ്. പക്ഷേ പിന്നീട് സംസാരിച്ച് വരുമ്പോഴത്തേക്കാണ് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ക്ഷമയോടെ കേൾക്കാനായിട്ടും ഏറ്റവും അടുപ്പമുള്ളവർക്കാണ് നമ്മൾ സംസാരത്തിന് ഏറ്റവും കൂടുതൽ അംഗീകാരവും റെസ്പെക്റ്റും കൊടുക്കേണ്ടത്. അപ്പം എല്ലാ സ്ത്രീകളും, ഇപ്പം സംസ്കാരമുള്ള എല്ലാ മനുഷ്യരും സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കും. അപ്പോൾ അതിൽ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ ഭാര്യ. എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുക, ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഭർത്താവ് സംസാരിക്കുന്നതും ഇതൊക്കെ തമാശയായിട്ട് എടുക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കലുകൾക്കുള്ള വേദി ആയിരിക്കരുത്, മോക്കിംഗ് ആയിരിക്കരുത്. അപ്പോൾ ഒരു വീക്കിലി ഒരു മാരേജ് റിപ്പയർ ചെയ്യണേ, ആഴ്ചതോറും മാരേജിനൊരു പരിപാലനം വേണം. ഇപ്പോൾ വെസ്റ്റേൺ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും വീക്കെൻഡ്സിലൊരു മസാജും ഒരു ടൈം ബ്രേക്കും ഒക്കെ എടുത്ത് മാരേജിനെ അവർ പരിപാലിക്കാനായിട്ട് കാര്യമായിട്ട് നോക്കാറുണ്ട്. നമ്മുടെ ഇടയ്ക്കും അങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ മാരേജിനെ പരിപാലിക്കാനായിട്ട് ഒരു തോട്ടം പരിപാലിക്കുന്ന പോലെ തന്നെ. അപ്പോൾ വിവാഹത്തിന് നമുക്ക് മേക്കിംഗ് എ മാരേജ് എന്നാണ് നമ്മൾ പറയുക ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ മേക്കിനുള്ള ടൈം വേണം. അപ്പോൾ നമ്മൾ ഈ വികാരങ്ങളെ പരസ്പരം അംഗീകരിക്കണം. നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കത്തില്ല, അത് പതിയെ പതിയെ തണുത്ത് വരുന്നതിന് മുമ്പ് തന്നെ. പിന്നെ ഈ വിവാദത്തിൻ്റെ വെള്ളം ഒഴിക്കാനോ ചൂടടിപ്പിക്കാനോ നമ്മൾ സൗകര്യം കൊടുക്കരുത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ചിലപ്പോൾ ഒരാൾ മൗനമായിരിക്കും അതിനകത്ത് ഏറ്റവും നല്ല ഔഷധം. അപ്പം മറ്റേയാൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയും ആ സമയം കഴിഞ്ഞ് ആ മൂഡ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം സംസാരിക്കുന്നത് നമുക്ക് വളരെ നന്നാകും. അതുപോലെ തന്നെ നമുക്കൊരു വിശ്വാസം ഒരു കണ്ണാടി പോലെ ഒരിക്കൽ പൊട്ടിയാൽ പിന്നെ നമുക്കത് നിർമ്മിക്കാനായിട്ട് ഭയങ്കര പാടാണ്. മാരേജിൻ്റെ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഓണസ്റ്റ് അപ്പോളജി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ ഹോപ്പനപ്പോന എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്, യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വളരെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി ആത്മാർത്ഥമായ ക്ഷമാപണം, അത് നമ്മുടെ ഇത് ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായി ഇങ്ങനെ പറഞ്ഞൊരു ഹാബിറ്റായി. അപ്പോളജൈസ്, ഫർഗീവ് മീ, ഐ എം സോറി, ഐ ലവ് യു, ഇത് നമുക്ക് പറയാനായിട്ട് പറ്റുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മാനസിക രോഗമൊന്നുമല്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അതിൻ്റെ റാഷണാലിറ്റി എന്താണെന്ന്, അത് ടെക്നിക്കലി ആ തീരുമാനം എടുക്കാനായിട്ട് ഒരാൾ നമ്മളെ സഹായിക്കുന്നു. ഉപദേശം തേടുക, അത് മാത്രമേ ഉള്ളൂ. സൈക്കോ തെറാപ്പി അല്ല. കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ അറിവുള്ള ആർക്കും നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം. നമ്മുടെ റിലേറ്റീവ് ആകാം, അത് നമ്മളിൽ രണ്ടു കൂട്ടരിലും വലിയ താല്പര്യമുള്ള ന്യൂട്രലായിട്ടുള്ള ഒരാളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നല്ല കൗൺസിലറെ കണ്ടെത്തുന്നത് അതൊരു ഭാഗ്യമാണ്. നിങ്ങൾക്കത് കണ്ടെത്താനായിട്ട് പറ്റുക. രണ്ടുപേരും ആവശ്യം വരുമ്പം രണ്ടുപേരും കൂടെ അവിടെ പോയി കാണുക. അപ്പോൾ അതിന് കൊടുക്കുന്ന പൈസയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1000 ഇരട്ടി നമുക്ക് നേട്ടമാണ്. കാരണം ചിലപ്പോൾ ആദ്യം നിങ്ങൾ പോയ കൗൺസിലർ നിങ്ങൾക്ക് ചേർന്നൊന്നും വരത്തില്ല. രണ്ടാമത്തെ കൗൺസിലറോ മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ കൗൺസിലറായിരിക്കും നിങ്ങളുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യുന്നത്. നമുക്ക് മെഡിറ്റേഷൻ നമുക്ക് വളരെ നന്നാകും. അത് ഞാൻ പല പ്രോഗ്രാമിനകത്തും ഇപ്പം എൻ്റെ M4 പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് ഈ റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് മീഡിയേറ്റർ. നമുക്ക് ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പരിഹരിക്കാനായിട്ട് എപ്പോഴും ഒരു രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു മീഡിയേറ്റർ നമുക്ക് ഉണ്ടാകുന്നത് വളരെ നന്നാകും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ നിന്നുണ്ടാകുന്ന ഒരു മധ്യസ്ഥൻ. അപ്പോൾ തീവ്രമായ തർക്കങ്ങളെ ശാന്തമായ ചർച്ചയിലൂടെ നമുക്ക് പല ചോദ്യങ്ങൾ ചോദിച്ച് നമുക്കൊരു വിഷ്ടം കൊണ്ട് തരാനായിട്ട് ചിലപ്പോൾ അത് വളരെ. അതുപോലെ തന്നെ നമുക്ക് ഷെയർഡ് റിലേഷൻഷിപ്പ് വിഷൻ, നമുക്ക് ഒരു സംയുക്ത ദർശനം ഫ്യൂച്ചറിൽ എങ്ങനെ ആയിരിക്കണം,
അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിവാഹം നിശ്ചയിക്കുമ്പോൾ തന്നെ നമുക്കൊരു മാരേജ് പ്ലാനിങ് കൗൺസിലറുമായിട്ട് സംസാരിക്കുന്നത് വളരെ നന്നാവും, വളരെ എക്സ്പേർട്ടായിട്ടുള്ള. അത് നമുക്ക് കൊടുക്കുന്ന പൈസ കൊണ്ട് ഭയങ്കര നേട്ടം ഉണ്ടാകുന്നതാണ്. സമയം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങളെ ഒഴിവാക്കാനായിട്ട് പറ്റും. നമുക്ക് പിന്നെ പ്രശ്നങ്ങളില്ലാതെ പോകാനായിട്ട്, വരുന്നതിന് മുമ്പ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നു. നന്ദി സ്നേഹത്തിൻ്റെ വേരുകളിൽ വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്. കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയുക. എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞ് ശീലിക്കുക. നന്ദി ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യുക എല്ലാ ദിവസവും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. അതുപോലെ തന്നെ ഈ സ്നേഹം പല ഭാഷകളിൽ, ഈ സ്നേഹത്തിന് ലോകത്തിലെ എല്ലാ ഭാഷകളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ പങ്കാളിയുടെ ഭാഷ മനസ്സിലാക്കി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ റീകണക്ഷൻ. നമ്മൾ ഈ പാഷൻ താന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റിമസി ബിൽഡപ്പ് ചെയ്യണം. പങ്കുവെക്കുന്ന നിമിഷങ്ങൾ, അപ്പോൾ ബന്ധത്തിൻ്റെ നൂലിഴകൾ നെയ്ത് ചേർക്കാനുള്ള സമയമാണത്. അപ്പോൾ ഈ ദാമ്പത്യ രഹസ്യങ്ങൾ, സംശയത്തിൻ്റെ വിത്തുകൾ പല ആൾക്കാരും, അപ്പോൾ സംശയം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കുക. ഓക്കെ. അപ്പം പിന്നെ ഈ പറഞ്ഞ ഓരോരുത്തരുടെ സെക്ഷുവാലിറ്റിയും ഓരോ രീതിയിലാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ യൂട്യൂബൊക്കെ നോക്കി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളോടാണ് പോരാടേണ്ടത്, നമ്മുടെ ഇണയോടല്ല, ഒരാളോടല്ല. നമ്മൾ പ്രശ്നങ്ങളെയാണ് നമ്മൾ നേരിടേണ്ടത്, ഒരാളെയല്ല നമ്മളത് പറഞ്ഞ്. പിന്നെ എല്ലാവർക്കും മനസ്സിൻ്റെ പാറ്റേൺ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സ്നേഹസ്പർശനങ്ങൾ പലപ്പോഴും നമുക്ക് ഒരു പുനർനിർമ്മിക്കുന്ന ഒരു പാലം പോലെയാണ് ആ ബന്ധം നിലനിർത്തി പോകാനായിട്ട്. പിന്നെ പലപ്പോഴും നമുക്ക് സെക്ഷൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങളിതിനെക്കുറിച്ച് പറയുന്ന വീഡിയോസ് ചിലപ്പം മലയാളത്തിലെല്ലാം കിട്ടിയെന്ന് വരത്തില്ല, ഇംഗ്ലീഷ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പം പ്രധാനമായിട്ടും ഈ ഫീമെയിൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, കാരണം പുരുഷന് വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്നത്, സ്ത്രീകൾക്ക് വളരെ നീണ്ടു നിൽക്കുന്നതായ സെക്ഷുവാലിറ്റിയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ആ ഒരു ഇത് പുരുഷൻ കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് അതിനുള്ള എഡ്യൂക്കേഷൻ കിട്ടാതിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ത്രീ അസന്തുഷ്ടയാകാറുണ്ട്. ഒരുപാട് സ്ത്രീകൾ അസന്തുഷ്ടയാകാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് വീഡിയോസ് ധാരാളം കാണും. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണ് നമുക്ക്, അപ്പോൾ സ്ത്രീയുടെ ഒരു പ്രത്യേക അവസ്ഥ, അവർക്ക് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും അവർക്ക് റിലേഷൻഷിപ്പ് വേണം എന്നുള്ളത്, അതിനെ എങ്ങനെയാണ് നമുക്ക് ഈ പുരുഷനെ ക്രമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും നമ്മുടെ ശരീരത്തെ മിക്കവാറും രോഗങ്ങളെല്ലാം ഹീൽ ചെയ്യാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ വലിയൊരു ഒറ്റമൂലി കൂടെയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫറൻസ് ആയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കെപ്പോഴും ഒരു വിവാഹം ഒരു സ്വകാര്യതയുടെ മതിൽ, അത് നിങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രം ഉള്ളതാണ്. അതിൽ മറ്റാൾക്കാരെ അതിനകത്തൊന്നും ഇടപെടാനായിട്ട് ആർക്കാർക്കും ഒരു സ്ഥാനവും കൊടുക്കരുത്. അതുപോലെ തന്നെ ക്ഷമ, എപ്പോഴും നമ്മൾ ഫൊർഗീവ്നെസ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വൈരാഗ്യത്തിൻ്റെ ചങ്ങലകൾ അന്നന്ന് പൊട്ടിച്ച് കളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മനസ്സിൽ കിടക്കുന്ന, നേരത്തെ മുതൽ കിടക്കുന്ന തെറ്റായ ഇമോഷൻസ് ഉണ്ടല്ലോ, അവിടെ നമുക്കിത് ആവശ്യമാണ്. സഹാനുഭൂതി, കരുണ, അപ്പോൾ അതെപ്പോഴും നമുക്ക് ഈ പങ്കാളിയിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. എപ്പോഴും കരുണ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിക്കൊണ്ടിരിക്കണം. രണ്ട് ഭാഗത്തു നിന്നുകൊണ്ടാണ്, ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല. പിന്നെ അതുപോലെ തന്നെ സമ്മർദ്ദം കുറയുമ്പോൾ ഈ സ്നേഹം വീണ്ടും വലിഞ്ഞു മുറുകും. അപ്പോൾ അതല്ല, നമുക്ക് സമ്മർദ്ദത്തിനകത്ത് നിന്നിട്ടല്ല, നമ്മൾ അല്ലാതെ തന്നെ നിന്നുകൊണ്ട് എപ്പോഴും അടുപ്പത്തിൽ തന്നെ നിന്ന് പോകാനായിട്ടുള്ള ഒരാവശ്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തർക്കത്തിനിടെ എങ്ങനെ നമുക്ക് അതൊരു ചിരിപ്പിക്കുന്ന അവസരമാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെ അതിനെ മൃദുവാക്കി മാറ്റാനായിട്ട് പറ്റും. അവിടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് എല്ലാ ദിവസവും മറ്റുള്ളവരുടെ കോസ്റ്റിലല്ല, നിങ്ങളുടെ കോസ്റ്റിലല്ലാതെ, ഒരാളെ വേദനിപ്പിക്കുന്ന വിധത്തിലല്ല, അല്ലാതെ നർമ്മങ്ങൾ പറയാനായിട്ട്, ദിവസേന വികാരങ്ങൾ പങ്കുവെക്കാനുള്ള ആ രീതി വരുമ്പോൾ ഹൃദയങ്ങൾ അത് പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട്. പ്രായമായാലും ഈ വൈഫിനോട് ഇല്ല ഹസ്ബൻഡിനോട് ഐ ലവ് യു എന്ന് കൂടെ പറയാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സംയുക്തമായിട്ടുള്ള സ്വപ്നങ്ങൾ ദീർഘകാല വിവാഹത്തിൻ്റെ എഞ്ചിൻ എപ്പോഴും ഓണാക്കി തന്നെ നിർത്തും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ഒരു മാരേജിൻ്റെ ഗോൾ ഉണ്ടാക്കണം. പിന്നെ ബ്ലെയിം നമ്മൾ കഴിവതും ഒഴിവാക്കണം. അപ്പം സ്വയം ബ്ലെയിം വേണേൽ ഏറ്റെടുക്കാം, അല്ലാതെ മറ്റേ ആളെ നമ്മൾ കുറ്റപ്പെടുത്താനായിട്ടോ, അപ്പോൾ അയാളുടെ കുറ്റമാണ് ഇത് പറയാനായിട്ടോ. പിന്നെ നമുക്ക് മറ്റൊരാൾക്കൊരു അപമാനം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാൾക്ക് കോപം വരുന്ന രീതിയിൽ, വേദനിപ്പിക്കുന്ന രീതിയിൽ, മുറിവുണ്ടാക്കുന്ന രീതിയിൽ
അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നുള്ള പെരുമാറ്റവും സംസാരവും ചിരിപ്പിക്കുന്ന ആളെങ്കിലും ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കുന്നത് എപ്പോഴും സ്നേഹത്തിൻ്റെ ആക്കം കൂട്ടും. മറ്റേ ആൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നത്, അത് നമ്മുടെ വിവാഹത്തിൻ്റെ ഈ ഒരു ടെൻഷൻ കുറയ്ക്കാനായിട്ട്. പിന്നെ പരസ്പര ബഹുമാനം, നമുക്ക് ഒരു സുരക്ഷിതമായ വീട് നമുക്ക് നിർമ്മിക്കും. പണ്ടൊരു 30 വർഷം മുമ്പത്തെ പോലെ അല്ല, ഇപ്പോൾ സ്ത്രീയും പുരുഷനും വളരെ ഇക്വാളിറ്റി അവർക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ വേണം ഇതായിട്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്യേണ്ടത് കുട്ടികളുടെ ഈ ബന്ധങ്ങളുടെ ഇടയ്ക്ക് കയറി ഇടപെടാതിരിക്കാനായിട്ട് ഇരിക്കണം. അപ്പം നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളും കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കെട്ടായിട്ട് അത് കുട്ടികൾക്ക് നല്ലൊരു ട്രെയിനിങ് ഉണ്ടാകണം. പിന്നെ എപ്പോഴും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഒരു പ്രണയത്തിൻ്റെ അടിത്തറയായിട്ട് മാറാനായിട്ട്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും ഇണകൾ തമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന. അപ്പോൾ സാധാരണ നിമിഷങ്ങളിൽ നമ്മൾ നന്ദി ആ നിമിഷങ്ങളെ നിധികളാക്കി കാക്കുന്ന പോലെ നമുക്ക് മനസ്സിൽ തോന്നുന്ന അവസ്ഥ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്കൊരു ശാന്തമായ മനസ്സ്, ഈ കോപം ഉണ്ടെങ്കിൽ തന്നെ അതിനെ പെട്ടെന്ന് ശാന്തമാക്കാനായിട്ട്, വേഗത്തിൽ നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട്. അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ പാലിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനങ്ങൾ പാലിക്കാനായിട്ട് തയ്യാറാകണം. അപ്പോഴാണ് വിശ്വാസം ഒന്നുകൂടെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ സേഫ് സ്പേസസ് കൊടുക്കണം ആൾക്കാർക്ക്. കഠിനമായ ചർച്ച ചെയ്യുമ്പോൾ ഒരു ശാന്തമായ ഇടം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്പേസ് കൊടുത്തോണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്പിരിച്വൽ പ്രാക്ടീസ്, ഒരാളുടെ സ്പിരിച്വൽ പ്രാക്ടീസ് മറ്റേ ആളെ അടിച്ചേൽപ്പിക്കരുത്. നമ്മുടെ ഇടയ്ക്ക് ഇൻ്റർ ഫെയ്ത്ത് മാരേജുകൾ ഒരുപാട് കൂടി വരികയാണ്. നല്ലതാണ്. നമുക്ക് ഒരു 10-20 വർഷത്തിന് ശേഷം ഒരു വീട്ടിൽ തന്നെ എല്ലാ റിലീജിയനുമുള്ള അവസ്ഥ വന്നു കഴിയുമ്പോൾ തന്നെ റിലീജിയൻ്റെ കാഠിന്യം നമുക്ക് കുറയത്തുള്ളൂ. സംയുക്ത പ്രാർത്ഥനയും ധ്യാനവും അതുപോലെ തന്നെ വിനയവും ക്ഷമയൊക്കെ നമുക്ക് കൂടുതൽ വളർത്താനായിട്ട് സഹായിക്കും. അതുപോലെ നമുക്ക് ഈ മാരേജുകൾ ഉണ്ടാകുന്ന ധൂർത്തുകൾ, മാരേജിന് ശേഷം ഉണ്ടാകുന്ന ആഘോഷങ്ങൾ, ഭയങ്കര ചിലവേറിയ ആഘോഷങ്ങൾ, അതിൻ്റെ ബാധ്യതകൾ പിന്നെ വന്നിട്ട് അത് മാരേജിനെ ഒരുപാട് ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മാരേജിനെ കൃത്യമായിട്ട് പരിപാലിക്കാനായിട്ട്, അപ്പോൾ ഈ ശരീരത്തിലെ മസിലുകളെ ശക്തമാക്കുന്ന പോലെ തന്നെ ബന്ധങ്ങൾ നിലനിർത്തി പോകാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരിപാലനം നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ജേർണലിങ്, നിങ്ങൾക്ക് ഈ പ്രധാനപ്പെട്ട വികാര സംഭവങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ മോഡൽ മഞ്ഞ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് എഴുതി വെച്ചിട്ട് അതിനെക്കുറിച്ച് അതെങ്ങനെ പരിഹരിക്കാം, എപ്പോഴും തിങ്കിങ് ഓൺ പേപ്പേഴ്സ്, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കുന്നത്. അപ്പം ജീവിതം മാറുമ്പോൾ നിങ്ങളുടെ പങ്കുകളും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസും എല്ലാം നിങ്ങൾ മാറണം. അപ്പോൾ ഈ ക്രൈസിസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാനൊരു താൽക്കാലിക സമാധാന കരാറുകൾ, ഇപ്പോൾ യുദ്ധങ്ങൾ പറഞ്ഞു തീർക്കുന്നില്ലേ, അപ്പോൾ നമ്മളതിന് നാശങ്ങളിലേക്ക് പോകേണ്ട, നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈഗോ കഴിവതും അപ്പോൾ അതിൻ്റെ പ്രതിബദ്ധത നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുക. സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് പ്രോസ്പെരിറ്റി വരുവുള്ളൂ. അപ്പോൾ ആ സന്തോഷത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഉയർച്ച വരുവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രധാന സന്ദേശം എന്ന് പറയുന്നത്, മാരേജ്, ഈ ഹാപ്പി മാരേജ് പോലെ സന്തോഷത്തിൽ ലോകത്തിലൊന്നുമില്ല. അപ്പം ഈ വിവാഹം എളുപ്പത്തിൽ പൊട്ടുന്ന കണ്ണാടിയായി പോകരുത്. അതിനെ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കണം. അപ്പോൾ പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിക്കുന്ന വൃക്ഷമായിട്ട് തന്നെ വേണം നിങ്ങളുടെ മാരേജിനെ കണക്ക് കൂട്ടാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ മാരേജുകൾ ഒന്നും കൂടെ സുഖപ്പെടുത്താനായിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് വീണ്ടും ചെയ്യുന്നുണ്ട്. അതിന് മുമ്പുള്ള വീഡിയോസും കാണുക. ഇതല്ലാതെ ഞാൻ ബന്ധങ്ങൾ നന്നാക്കാനായിട്ട് പറ്റിയ മെഡിറ്റേഷൻസ്, ഈ M4 പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് മാരേജുകൾ മെച്ചമാക്കാനുള്ള, ബന്ധങ്ങൾ മെച്ചമാക്കാനുള്ള മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.